നമസ്കാരം. ഒരു സിനിമ കഴിഞ്ഞ് അത് കണ്ട് സന്തോഷമായി വർഷങ്ങളോളം അതിൻ്റെ തുടർച്ചയ്ക്കായി നമ്മൾ കാത്തിരിക്കുക. മലയാള സിനിമയിൽ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കാത്തിരുന്ന് ഒരു സിനിമ റിലീസാക്കുകയാണ്. ദൃശ്യം 3. ഇതേ എനിക്കിപ്പം ലാലേട്ടനുണ്ട്, ജിത്തു സാറുണ്ട്, ആശാ മേഡമുണ്ട്. ലാലേട്ടാ, ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. മെയ് 21 റിലീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. ലാലേട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്. ഒരു ഇരട്ടി മധുരമാണ് ദൃശ്യം 3 തരുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഇത് വളരെ ആക്ഷനിലായിട്ട് ഉണ്ടായതാണ്. ഈ മെയ് 21 ഒരു വ്യാഴാഴ്ചയാണ്. കാരണം സിനിമകൾ ആ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെയാണ് റിലീസാകുന്നത്. ഇതൊരു തിങ്കളാഴ്ചയാണെങ്കിൽ ചിലപ്പോൾ മെയ് 21 നടക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്, ഈശ്വരൻ്റെ ഒരു ബ്ലെസ്സിങ് അതിലുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം ഒരു ദൃശ്യം 1 ഉണ്ടായി, 2 ഉണ്ടായി, 3 ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് നാളത്തെ 13 വർഷത്തെ പരിശ്രമമാണ്. അത് ഉണ്ടായതുകൊണ്ടാണ്, 1 ഉണ്ടായതുകൊണ്ടാണ് 2 ഉണ്ടായത്, 2 ഉണ്ടായതാണ് 3 ഉണ്ടായത്. അപ്പോൾ അതൊരു നല്ല സിനിമയായി മാറാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ജോർജ് കുട്ടിയെ പോലെ ഒരു പോസിബിലിറ്റിയിൽ വിശ്വസിക്കുന്നു ഞങ്ങളും. 4.5 കൊല്ലം കൊണ്ട് ജോർജ് കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അയാളുടെ ഫാമിലി, ആ കുട്ടികളൊക്കെ വലുതായി, കോളേജിലൊക്കെ പോകാൻ തുടങ്ങി, അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ജോർജ് കുട്ടിക്ക് ആൻസർ കൊടുക്കേണ്ട വരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഫുൾ മാറ്റങ്ങളുണ്ടായി. ഒരു പക്ഷേ കുറച്ചുകൂടെ പയസ്സായിട്ടുണ്ടാകാം. അതൊക്കെ ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അയാൾക്കൊരു എന്താ പറയേണ്ട, ഒരു റെവലേഷൻ, ഒരു വെളിപാടുണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇത്രയും ഭാരം ചുമന്ന് നടക്കാനുള്ള ശക്തി ഉണ്ടായിട്ടുണ്ടാവില്ല. ഭയം അങ്ങ് പറയുന്നുണ്ട്, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച ആളാണ്. 2 പേർക്കും, അവർക്കും എനിക്കും. അപ്പം എപ്പോഴും ഒരു പേടിയിലൂടെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അയാളുടെ അകത്തിൽ ഭയങ്കര ഒരു ടേമോയിൽ നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ അത്യപൂർവമായിട്ട് ഒരു ആക്ടറിനും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കിട്ടുള്ളൂ. 13 വർഷമായിട്ട് അയാളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സഞ്ചാരത്തിനിടയിൽ ഇപ്പം എനിക്ക് പറ്റിയ ഒരു ആക്ടറിന് പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അയാൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയിൽ പോലും അയാൾ എന്തോ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണല്ലോ അതിൻ്റെ ക്ലൈമാക്സ് ഒരു സിനിമയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് എന്തിനുള്ള കാര്യമാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അത്തരത്തിൽ ആ കഥാപാത്രം വേറൊരു ദിശയിലേക്ക് പോയിരിക്കുകയാണ്. കാര്യം ആ കുടുംബത്തിന് വേണ്ടി അത്രയും സാക്രിഫൈസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചില ഉദ്ദേശങ്ങളുണ്ടാകും. ആ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. പക്ഷെ അതും സത്യമാണോ എന്നുള്ളത് അറിയില്ല. ഈ ദൃശ്യം 3 അതിൻ്റെ ക്ലൈമാക്സ് ഞങ്ങൾ കാണുമ്പോൾ ഗീതാ പ്രഭാകർ IPS ചിരിച്ചു നിൽക്കുമോ? ഞാൻ 21st വരെ കാത്തിരുന്നിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, കാത്തിരുന്നിട്ട് കാണും. എങ്ങനെ ഉണ്ടായിരുന്ന ഒരു മാറ്റം? വീണ്ടും ഒരു 3ാമത്തെ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരേ ടീമാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് കഥ എതിലേക്കോ നമ്മളെങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാവുന്ന സ്ഥലത്തല്ല അത് നിൽക്കുന്നത്. ഇപ്പം 3rd പാർട്ടിലും അങ്ങനത്തെ സന്ദർഭങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ അതേ ഉത്തരം എനിക്ക് പറയാൻ പറ്റുള്ളൂ. 21st വരെ കാത്തിരിക്കുക. ഓഫ്കോഴ്സ് ദൃശ്യം 1, 2 അത്രയും നമ്മളെല്ലാം ആസ്വദിച്ച ചിത്രമാണ്. അതുപോലെ ഒരു ഫാമിലി ഡ്രാമയായിട്ടുള്ള വളരെ കണ്ട് നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലേ. പിടിക്കാനും പിടി കൊടുക്കാതിരിക്കാൻ ഞാനും. അങ്ങനെയാണ് പഴയ ഒരു വലിയ ഫേമസ് ആണ്. കൊല്ലാനായിട്ട് അവനും ചാകാതിരിക്കാൻ ഞാനെന്ന് പറയുന്ന പോലെയാണ്. അവർക്ക് വെഞ്ചൻസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവരൊരു അമ്മയല്ലേ. അതുപോലെ ഒരു അമ്മ ഞങ്ങൾക്കും ഉണ്ട്, റാണി. അപ്പോൾ അവർക്കൊരു അച്ഛനുണ്ട്, ഈ വീട്ടിലും. അപ്പോൾ 2 വലിയ കുടുംബങ്ങളുടെ അതിൻ്റെ അകത്ത് കിടക്കുന്ന വലിയ ആത്മസംഘർഷത്തിൻ്റെ കഥയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും അത് നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. നിങ്ങൾ പ്രേക്ഷകർ അതിനകത്ത് കുടുങ്ങി പോകുന്നുള്ള കാര്യത്തിൽ വളരെ ആൻഷനിലായിട്ട് സംഭവിക്കുന്നതാണ്. അത് ഒരു ബ്രില്യൻസ് ഓഫ് ദ സ്ക്രിപ്റ്റും ആ ഡിറക്ടോറിയൽ ബ്രില്യൻസ് ആയിട്ടാണ് ഞാൻ അതിനെ പറയുന്നത്. ജിത്തു സാറ്, നമ്മൾ ഈ കഥ സാറ് എഴുതുന്ന സമയത്ത് ജോർജ് കുട്ടിയുടെ മനസ്സിൽ നിന്നാണോ കഥ എഴുതി തുടങ്ങുന്നത്? ഞാൻ ആ പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. പ്ലോട്ടായിരുന്നല്ലോ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്ലോട്ട് വന്നിട്ട് ആ പ്ലോട്ടിനകത്ത് വരുന്ന ജനിക്കുന്ന വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾക്ക് അവരുടെ ഓരോ രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ നമ്മൾ നൽകും. അവിടുന്ന് നമ്മളത് എന്താ പറയുക, കഥയെ പല രീതിയിലുള്ള കഥാഗതികളിലൂടെ നമ്മുടെ മനസ്സിലൊരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യും. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമുക്കൊരു
കഥയായിട്ട് കേൾക്കുമ്പോൾ ഒരു 5-10 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ ഒരുമാതിരി എല്ലാ കഥയും ഭയങ്കര മനോഹരമാണ്. പക്ഷേ ഇതിനെ ഒരു 2.25 മണിക്കൂറുള്ള സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തെടുക്കുമ്പോഴാണ് എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. 2-2.25 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്നത് ആ സ്ക്രീൻ പ്ലേയിലാണ്. ആ സ്ക്രീൻ പ്ലേയിലാണ് കഥയുടെ ഫ്ലോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മളൊരു പ്ലോട്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈവൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ ജോർജ് കുട്ടിക്കും ഇവർക്കുമൊക്കെ ഞാൻ അവരെ ഡിഫൈൻ ചെയ്തൊരു രീതിയുണ്ട്. പക്ഷേ അത് 2ലേക്ക് വന്നപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നു. കാരണം 6-7 വർഷം കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഏതാണ്ട് ആ തത്തുല്യമായ കാലഘട്ടമായ ആ ഇതിൽ തന്നെയാണ് നമ്മളത് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 6-7 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും ഒരു 5 വർഷത്തെ വ്യത്യാസം. അപ്പോൾ അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ പ്രായം മാറുന്നതനുസരിച്ച് സ്വഭാവങ്ങൾ മാറും, ക്യാരക്ടറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചിലത് ജന്മം ചെയ്താൽ മാറുമില്ല, അതുപോലെ ആക്കാൻ. ഇപ്പം ജോർജ് കുട്ടിയുടെ ചില ശീലങ്ങളുണ്ട്, ഫിസിക്കും അതും അതേപോലെ അത് മരിക്കുന്നിടം വരെ ഉണ്ടാവും. പക്ഷെ ചില സ്വഭാവങ്ങളിൽ മാറ്റം വരും. അത് നമ്മൾ കഥ കൊണ്ടുപോകുന്നതനുസരിച്ച്. നമ്മൾ ദൃശ്യം 2 അതിൻ്റെ അവസാനം ക്ലൈമാക്സിൽ ജോർജ് കുട്ടി കോടതിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പം ഗീതാ പ്രഭാകരനെ കാണുന്ന സമയത്ത് തല താഴ്ത്തി അവർക്ക് മുന്നിലേക്ക് തല പൊക്കി നടക്കാൻ പറ്റില്ല എന്ന് പറയും. അവിടെ ആ സിനിമ അവസാനിച്ചെന്നാണ് കരുതിയത്. പക്ഷെ വീണ്ടും അവിടെ സായികുമാർ പറയാണ് ഇതിന് ടൈലൻറ്റ് പോലുണ്ട്. ഇവിടെ അവസാനിക്കുന്നത് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞു, രക്ഷപ്പെട്ടു ജോർജ് കുട്ടി ഇത്തവണ എന്ന് കഴിഞ്ഞ് പോകുമ്പോഴാണ് വീണ്ടും ഒരു കഥ അവിടെ വീണ്ടും മുളയ്ക്കുന്നത്. 3ലും അങ്ങനെ 4ാമത്തേലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മരുന്ന്. 4 നമ്മൾ തീരുമാനിച്ചിട്ടില്ല, നമുക്ക് അറിയില്ല. 2 ചെയ്യുമ്പോഴും 3 ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാൽ സാറുമായിട്ട് സംസാരിച്ചപ്പം ഇതിനൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഇതൊരു ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരിക്കും 3 ഉണ്ടെങ്കിൽ നല്ലത്. അന്നേരം തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ വെച്ചാൽ 4 ഉണ്ടോ എനിക്കറിയില്ല, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഇതുമില്ല. പിന്നെ ഇതിനകത്ത് 3ലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ അത് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ട ശേഷം നമ്മൾ തീരുമാനിക്കണം. അത് ഇനി 3യിൽ നിന്ന് 4ലേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഇപ്പം കൂടുതലും ഈ ദൃശ്യം 3 കഴിയുമ്പോൾ 4ൻ്റെ കഥകൾ എഴുതാൻ തുടങ്ങും ആൾക്കാർ. അങ്ങനെ കുറേ എഴുതി കഴിയുമ്പോഴത്തേക്ക് ജിത്ത് പറയുന്ന പിന്നെ ഞാൻ തന്നെ എഴുതാം. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഓഗസ്റ്റ് 2 ആകുമ്പോൾ നമ്മുടെ മൊബൈലൊക്കെ മെസ്സേജ് വരും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, ജോർജ് കുട്ടി പാറേപ്പള്ളിയിൽ കുടുംബമായിട്ട് പോലെ അത്രയും മനുഷ്യരുടെ മനസ്സിലേക്ക് ആ തീയതി അല്ലെങ്കിൽ അങ്ങനെ ആഴത്തിൽ ഇറങ്ങിപ്പോയതാണ്. ജോർജ് കുട്ടിക്ക് ക്യാരക്ടർ വൈസ് വന്ന മാറ്റത്തിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ രക്ഷിക്കാൻ, കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശപഥമെടുത്തൊരു മനുഷ്യനാണല്ലോ. ആ തരത്തിൽ ജോർജ് കുട്ടി ദൃശ്യം 3യിലും 2 പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ആ കാര്യത്തിൽ ഒരു സ്വാർത്ഥനാണ്. അയാൾക്ക് ഭയങ്കര സ്വാർത്ഥതയുള്ള ആളല്ലേ. അയാൾക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അയാൾക്ക് ഫാമിലി രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ എന്തിനാണ് 2ന് മുമ്പ് അയാൾ പിടികൊടുക്കായിരുന്നില്ല. അപ്പം ആരോ പറഞ്ഞ പോലെ ഫസ്റ്റിലെ പിടികൊടുത്ത് കഴിഞ്ഞാൽ 13 വർഷം കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. നല്ല നടപ്പൊക്കെ. അതുപോലെ അയാളുടെ ജീവിതത്തിൽ അയാൾ പറയുന്നത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് അയാൾ കൊടുത്തൊരു വാക്കാണ്. അപ്പോൾ ആ വാക്ക് ആണ് അയാൾ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അയാൾക്കിപ്പം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പോലീസിനറിയാം, അല്ലെങ്കിൽ ഗീതാപ്രഭ. പക്ഷെ എങ്ങനെ എന്ത് അത് മാത്രം അറിയില്ല. കാര്യം ഒരു കാര്യം നടന്നു, പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയാം. അത് ജോർജ് കുട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഒരു പക്ഷേ അയാൾ മരണം വരെ അത് ആരുടെ പറയുകയില്ല. ഒരുപാട് പ്രാവശ്യം അയാളുടെ ഭാര്യയൊക്കെ പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവരത് വെളിയിൽ പറയുകയും ചെയ്തു. അപ്പോൾ അതുപോലെ അത് ഒരു രഹസ്യമായിട്ട് അയാൾ തന്നെ അവശേഷിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു ക്യാരക്ടറായിട്ട് ജോർജ് കുട്ടി വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ സിനിമയിൽ പോലും ഇതിനൊരു സിനിമ കണ്ടിറങ്ങുമല്ലോ, അപ്പോൾ പോലും ജോർജ് കുട്ടി ചെയ്തിരിക്കുന്നത് അയാൾ വേറെന്തോ കാര്യത്തിന് വേണ്ടി ചെയ്തതാണെന്ന് പോലും നമുക്ക് സംശയിക്കാം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ ദൃശ്യം 2 അവസാനിക്കുമ്പോഴും അവർ പറയുന്ന അതാണല്ലോ, അയാൾ നിങ്ങളുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ആൾക്കാർ അതിൽ നിന്നുണ്ടാകാം. ആൾക്കാരിൽ നിന്നൊരു പ്രതീക്ഷ അങ്ങനെയാണല്ലോ. അവർ ഇല്ല ഇതെന്തോ വേറൊരു പരിപാടിക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാലാണല്ലോ നമുക്കൊരു ഇപ്പോൾ ജിത്തുവിനായാലും ആർക്കായാലും അതിൻ്റെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അത് കണ്ട് ആൾക്കാർ തീരുമാനിക്കട്ടെ. ലാലേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ജോർജ് കുട്ടി വല്ലാതെ ഹോണ്ട് ചെയ്യുക ഇങ്ങനെ ഹോണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ ഇത്രയും ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. മറ്റേതൊക്കെ ഒരു സിനിമയല്ലേ.
ഇപ്പോൾ പറയാൻ ഭയങ്കര രസമല്ല, ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്ന എത്രയോ സിനിമകളുണ്ട്. താളവട്ടമായാലും അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ, തന്മാത്ര, അതിലൊക്കെ ഒരു കഥ കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഇതല്ലല്ലോ. ഒരു 13 വർഷമായിട്ട് ഏലം കൊണ്ട് ഞങ്ങൾ നടക്കുകയല്ലേ. അത് സംഭവിക്കുന്നതാണ്. ഇത് ഇങ്ങനെ സംഭവിക്കണം എന്ന് ഉണ്ടായിരിക്കാം, ഇങ്ങനെ സിനിമയിൽ സംഭവിക്കണം, ഈ സിനിമയിലൂടെ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ആയിരിക്കാം. അതൊരു അങ്ങനെ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ ഒരു സംഭവമാണ് ജോർജ് കുട്ടി എന്ന് എനിക്ക് പറയാം. അപ്പം ദൃശ്യം 1 കഴിഞ്ഞു, 2ലേക്കുള്ള ഗ്യാപ്പ്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഗ്യാപ്പ് ഒന്ന് അടുത്തു. എന്നാലും ഈ 3-ാമത്തെ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരേ ടീം, ലാലേട്ടൻ, ജിത്തു സാറ്, ഈ ടീം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുന്ന ലൊക്കേഷനിൽ ഒരു തവണ കഴിഞ്ഞ് നമ്മൾ വലിയ ആത്മബന്ധം എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് 2ാമത്തെ പാർട്ടിലേക്ക് കുറച്ചുകൂടെ കൂടും. 3-ാമത്തെ പാർട്ടിലേക്ക് എത്തിയ സമയത്ത് ടീം എന്നുള്ള രീതിയിൽ ദൃശ്യം ഈ ടീമിനെ നമ്മൾ ലൊക്കേഷനിൽ മാത്രമല്ല കാണുന്നത്, അല്ലാതെയും നമ്മളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകളാണ്. അപ്പോൾ പല സ്ഥലത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും എപ്പോഴും ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ലൊക്കേഷനിൽ കാണുമ്പോൾ വീണ്ടും ഒരു റീയൂണിയൻ ഫീലാണ്. ഇപ്പോൾ കോളേജിൽ കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷം എല്ലാവരെയും കാണുന്നു. ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, പ്രത്യേകിച്ച് എൻ്റെ ഒരു ഭാഗം, ഗീതാ പ്രഭാകരൻ്റെ ഭാഗത്തുനിന്ന്. സോ അതിൻ്റെ ഒരു എന്തായിരിക്കും, ഇപ്പം എല്ലാവരുടെയും സ്ക്രിപ്റ്റ് എന്തായിരിക്കും, സിനിമ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നത് പോലെ എന്നിലുമുണ്ട് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. വളരെ വളരെ സന്തോഷമാണ് ഇത്രയും നല്ല വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗം 3 സീക്വല് വരാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമല്ലേ. പ്രത്യേകിച്ച് എന്നെപ്പോലൊരു തുടക്കക്കാരി, എൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം. അതിനുശേഷം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് വലിയ ട്വിസ്റ്റാണ് ശരിക്കും ദൃശ്യത്തിലെ ഓരോ 1ലും 2ലും ഒക്കെ. അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ഗീതാ പ്രഭാകർ എന്ന് പറഞ്ഞ കഥാപാത്രം വലിയൊരു ട്വിസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ, കരിയറിൽ ഉണ്ടാക്കി തന്നത്. ബിക്കോസ് ഓഫ് ദം. അതിൻ്റെ ഒരു സന്തോഷം എപ്പോഴും ആ ലൊക്കേഷനിൽ വരുമ്പം വലിയ സന്തോഷമാണ്. ഗീതാ പ്രഭാകർ ഇല്ലെങ്കിൽ ദൃശ്യം എന്നുള്ള സിനിമയില്ലല്ലോ അല്ലേ. ഈ 1ാമത്തെ പാർട്ടിൽ വരുന്നത് എസ്തറുടെ പ്രായം നമുക്കറിയാം, അൻസിബയുടെ പ്രായം പറയാം. 2ലെത്തുമ്പോഴും നമ്മൾ അവരുടെ വളർച്ച കണ്ടു. 3ലെത്തുമ്പോൾ അവർ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായി. ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടൻ നമുക്ക് പ്രായം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അന്ന് എവിടെയാണോ അതിനേക്കാൾ ചെറുപ്പമാവുകയാണ്. അതെ, അതൊരു ഒരു വെല്ലുവിളിയാണ്. ജോർജ് ടെൻഷൻ വെച്ചിട്ട് ഇപ്പോൾ ഭക്ഷണം അധികം കഴിക്കുന്നില്ലെന്ന് അതുകൊണ്ട് ആൾ മെലിഞ്ഞു, കുറച്ചുകൂടി സുന്ദരനായി. ചിലരങ്ങനെയാണ്, റിവേഴ്സ് എഫക്റ്റ് വരും അങ്ങനെ. കാരണം ഇതിനകത്ത് ജോർജ് കുട്ടിയുടെ റിയാക്ഷൻസ് ഒക്കെ റിവേഴ്സാണ്. പേടി തോന്നുന്നിടത്ത് പുള്ളിയെ പേടി കാണിക്കില്ല. അപ്പോൾ റിവേഴ്സ് ഇതാണ്. അപ്പം അത് ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു വരുന്നുണ്ടെന്ന്. 1ാമത്തെ പാർട്ടിൽ നമ്മൾ ആ സിനിമ തുടങ്ങുന്നത് ആന്റണി പെരുമ്പാവൂർ ഒരു ബസ്സിൽ വന്നത്, 2ാമത്തെ പാർട്ടിൽ SI ആയി. അപ്പം 3ാമത്തെ പാർട്ടിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഉണ്ട്, അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവും. പ്രൊമോഷൻ അല്ല, ട്രാൻസ്ഫർ അല്ല, അത് ഉണ്ടാവും. അപ്പം അതും ശരിക്കും അങ്ങനെ വേണമല്ലോ. ഒരു നമ്മളെ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതിലുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പുതുതായിട്ട് ചില കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും ഇല്ല സിനിമയിൽ. ആന്റണി അതിലുണ്ട്. ഫഹറേവലെ ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യും. പക്ഷെ പുള്ളിയുടെ ജോലി പോയല്ലോ. പുള്ളി അന്ന് ഇതിൽ നമ്മൾ 2ൽ പറയുന്നില്ലേ, അവരുടെ മൊഴി കൊണ്ടാണ് ഇതാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജോലി പോയി. പിന്നെ പുള്ളിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള അന്ന് പുള്ളിക്ക് ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ ഇവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ, അതിനേക്കാൾ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെങ്കിലും അയാൾ വളരെ ഒരു നോർമൽ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന എല്ലാ ആത്മാർത്ഥതയിലും തന്നെയാണ് പുള്ളി ആ കേസ് അന്വേഷിച്ചത്. പുള്ളി ശരിയായ രീതിയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഹിഡൻ അജണ്ട ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ഇടയ്ക്കൊന്ന് കൈവിട്ടു പോയി. പുള്ളി ഇച്ചിരി ഡെസ്പറേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കൊച്ചിനെ കയറി തല്ലിയതും. അവിടെയാണ് പുള്ളിയുടെ ഇത് വന്നത്. അപ്പോൾ പിന്നെ ആ ക്യാരക്ടർ വിടുന്നത് അങ്ങനെ അങ്ങ് പോയി. 2 ക്യാരക്ടർ, പ്രത്യേകിച്ച് 2 സ്ത്രീ കഥാപാത്രങ്ങൾ. ഒന്ന് ഗീതാ പ്രഭാകർ ഐക്കീസ്, മറ്റൊന്ന് ട്രാമിൻസ് ഫസ്റ്റ് വീട്ടമ്മയ്ക്ക്. ഈ സ്വാഭാവികമായിട്ടും അമ്മ എന്നുള്ള നിലയിൽ റാണിയുടെ മനസ്സ് പറയുന്നു, അമ്മ എന്നുള്ള നിലയിൽ ഗീതാ പ്രഭാകറുടെ മനസ്സിലൂടെ നമ്മൾ പോവാണ്. 2 വശത്തും ശരിയുണ്ട്. അതിലേതാണ് യഥാർത്ഥ ശരിയെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഒരു സിനിമ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശവടത്തിൻ്റെ അഭിപ്രായം? ഓരോരുത്തർക്കും അവരവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരികൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഗീതാ പ്രഭാകരൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ അമ്മയ്ക്ക് നഷ്ടമായത് മകനെയാണ്. മകൻ മരിച്ചോന്നോ കൊന്നുവെന്നോ എവിടെയാണെന്നോ എന്ത് തെറ്റ് ചെയ്തു എന്നോ ഒരു തെളിവുകളും ഇല്ലാതെ മകനെ നഷ്ടപ്പെട്ടുള്ള ഒരു അമ്മയാണ്. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറായിരുന്നു. അവർക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇന്നും ജീവിച്ചു പോകുന്ന ഒരാളാണ്. ആ അമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. റാണിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ രക്ഷിക്കാൻ, മകളെ രക്ഷിക്കാൻ ആ അമ്മ. ഇതിന് രണ്ടിലും ഉള്ളത് അമ്മയാണല്ലേ. എല്ലാവർക്കും അവരവരുടെ മക്കൾ പ്രധാനമാണ്.
അപ്പോൾ ഗീതാ പ്രഭാകരൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു പ്രേക്ഷകയായിട്ട് ആശാ ശരത്തി സിനിമ കാണുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആലോചിക്കുന്ന ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുത് എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുക. മറിച്ച് ആ അമ്മയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതാണ് വൈറലാണ് കലേട്ട. ഗീതാ പ്രഭാകർ പറയുന്നു ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുത്. പക്ഷെ കൊള്ളാം. ഞങ്ങൾ ആ സിനിമ കാണുമ്പോഴും ആ കഥാപാത്രത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുമ്പോഴും എല്ലാ വശത്തും ശരിയുണ്ട്. പക്ഷെ ജോർജ് കുട്ടിയാണ് അതിന് നടുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കഥ ഇങ്ങോട്ടും പോവാം. ജിത്തു സാർ, സിനിമ ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ വരുന്ന സമയത്ത് കോവിഡ് കാലത്താണ് രണ്ടാമത്തെ പാർട്ട് OTTയിലാണ് റിലീസ് ചെയ്തത്. പക്ഷേ അതും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചു. ഇപ്പം മൂന്നാമത്തെ പാർട്ട് നമ്മളെല്ലാവരും വീണ്ടും തിയേറ്ററുകളിലൊക്കെ എത്തി ആഘോഷിക്കുന്ന ഒരു സമയത്താണ്. എന്താണ് പ്രതീക്ഷ? ഒരു നല്ല സിനിമയായിട്ട് പ്രേക്ഷകർ, നല്ല സിനിമയാണ് അത്, പ്രേക്ഷകർ അമിത പ്രതീക്ഷയില്ലാതെ വന്നാൽ എനിക്ക് തോന്നുന്നു അവർക്കത് ഇഷ്ടപ്പെടും, അവരത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അതിനകത്ത് നമ്മളൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു വളർച്ചയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്യാരക്ടറൈസേഷൻസിൻ്റെ എല്ലാം. അതുകൊണ്ടാണ് എനിക്ക് ഒരു നല്ല സിനിമയെ ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ലാലേട്ട, സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് ഇപ്പം അടുത്ത കാലത്ത് ലാലേട്ടൻ്റെ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ എല്ലാം പോയി കണ്ടതുമാണ്. അപ്പോൾ പുതിയൊരു ലാലേട്ടൻ ഫിലിം വരുന്നു, അതിനപ്പുറത്ത് ദൃശ്യം എന്ന് പറയുന്ന ഒരു പേര് തന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ട്. എന്തുകൊണ്ട് പ്രേക്ഷകർ ദൃശ്യം കാണാൻ തിയേറ്ററിൽ എത്തണം? എന്തുകൊണ്ട് അവരത്രയാ ജോർജ് കുട്ടിയെ ഇഷ്ടപ്പെടുന്നത്? അങ്ങനല്ല, അവർ എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. കാര്യം നമ്മൾ പിന്നെ എവിടെ സഞ്ചരിച്ചാലും, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് നോർത്തിലായാലും അല്ലെങ്കിൽ വിദേശത്തായാലും ഒക്കെ കാണുന്ന എത്രയോ ഒരു 100 പേരിൽ ഒരു 40 അല്ലെങ്കിൽ 50 പേര് വരെ ഈ ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കും. ദൃശ്യം കണ്ടു, മലയാളമാണ് കണ്ടത്, മലയാളികളല്ലാത്തവർ എന്നാണ് ഇതിന് അടുത്തൊരു ദൃശ്യം. സോ ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട് അല്ലേ, എന്താ സംഭവിക്കാൻ പോകുന്നത്, അത് അങ്ങനെയാണല്ലോ. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന്, മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. അതും ഇതുപോലത്തെ ഒരു ഭയങ്കര ഒരു ക്രൈം, അയാൾ ക്രൈമൊന്നും ചെയ്യാത്ത ആളാണ് ജോർജ് കുട്ടി. ജോർജ് കുട്ടി ആ കുടുംബത്തെ രക്ഷിക്കാൻ പോയെന്നേ ഉള്ളൂ. അല്ലാതെ അയാൾ എന്താ ചെയ്തിരിക്കുന്നത്? അയാൾ ആരെയും കൊന്നിട്ടില്ല, അയാൾ ഒരു തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു ക്രൈമാണ് അത്. അല്ലാതെ അപ്പോൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഗീതാ പ്രഭാകരൻ്റെ കൂടെ നിൽക്കാൻ, പക്ഷേ ഗീതാ പ്രഭാകരനെ അത്രയും എക്സ്പോസ്ഡ് അല്ല ജോർജ് കുട്ടിയെ പോലെ. അതുകൊണ്ടായിരിക്കും ജോർജ് കുട്ടിയെ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ആ ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ ദൃശ്യം 3 വന്ന് കാണുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം അങ്ങനെയല്ലേ, ഞാൻ അങ്ങനല്ലേ, അല്ലാതെ ഇതിൽ ഭയങ്കര സിനിമയാണ്, ഇതിൽ ഭയങ്കര ട്വിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. ഒരു വളരെ അധികം ജോർജ് കുട്ടിയുടെ ഇമോഷൻസ്, അയാൾ കൊണ്ട് നടക്കുന്ന പെയിൻ, ആഗണി, അയാളുടെ മനസ്സിലുള്ള ടേമോയിൽ, അയാൾക്ക് ഈ ഭാരം എവിടെയെങ്കിലും ഇറക്കി വെക്കണം. അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഭയമാണെന്ന് പറയുന്നുണ്ട്, എൻ്റെ ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊരു ഹാലൂസിനേഷനാണോ, അയാൾക്ക് തോന്നുന്നതാണോ, അത് റിയാലിറ്റിയിൽ സംഭവിക്കുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ട്രെയിലർ ഉണ്ടാക്കും. നമ്മളെല്ലാ കുടുംബനാഥന്മാരിലും ഒരു ജോർജ് കുട്ടി ഉണ്ട്. എല്ലാവരിലും ഉണ്ടാകണം, എല്ലാവരും ഉണ്ടാവട്ടെ. അല്ല, കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ, അല്ലാതെ ഇങ്ങനൊരു ക്രൈം നടക്കുമ്പോഴുള്ള രീതിയിലല്ല പറയുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് കാര്യം നമ്മളൊക്കെ മലയാളികളെ നമ്മളൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഫാമിലി ഓറയിൽ കിടന്നാണ് വളർന്നത്. അമ്മ, അമ്മുമ്മ അല്ലേ, അപ്പച്ചി, അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളില്ലേ. പക്ഷെ ജോർജ് കുട്ടിക്ക് ആരുമില്ല. അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. ജോർജ് കുട്ടിക്ക് സ്വന്തം എന്ന് പറയാൻ ആ കുടുംബം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്താൽ അയാൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ സ്വന്തക്കാരൊന്നുമില്ല. അയാളുടെ ഒരു കഥ, വേറെ കഥയുണ്ട്. അയാൾ എവിടെ നിന്ന് വന്നു, അയാളുടെ അച്ഛനെ പറ്റി പറയുന്നില്ല, അമ്മയെ പറ്റി പറയുന്നില്ല, ബന്ധുക്കളെ പറ്റി പറയുന്നില്ല. അയാൾക്കുള്ള ബന്ധുക്കൾ ഇവർ ഫാമിലി മാത്രമാണ്. അപ്പോൾ അവരെയും കൂടെ നഷ്ടപ്പെടുത്താൻ അയാൾ ഒരിക്കലും തയ്യാറാകില്ല. അതാണ് ആ ഫാമിലി ആയിട്ടുള്ള ബോണ്ട്. ഇത് സാർ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ സിനിമ ആദ്യ പാട്ട് വന്നപ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ ചില കേസുകളിലെങ്കിലും നമ്മൾ ദൃശ്യം മോഡ് എന്ന് പറയുന്ന അതൊരു യഥാർത്ഥത്തിൽ ഈ സിനിമ കണ്ടിട്ട് ആരും പോയി എന്തെങ്കിലും ചെയ്യുന്നല്ല. പക്ഷേ ഇങ്ങനെയും ഒരാൾക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു വഴി ആളുകൾ കണ്ടു എന്നുള്ളതാണ് വിമർശകരുടെ വാദം. യഥാർത്ഥത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, കാലഘട്ടത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും.
ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. അല്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ചില രീതികളെടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ ലോറിയുടെ മുകളിൽ ഫോൺ എറിഞ്ഞിട്ടുള്ള ചില അഭ്യാസമൊക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. കേരള സിനിമ എന്ന് പറഞ്ഞ മേക്ക് ബിലീവ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയ്ക്കകത്ത് പലതും കാണിക്കും, അത് കണ്ടുകൊണ്ട് ചെയ്യാൻ പോരുന്ന വിററി. ഇവൻ ഹിന്ദിയിൽ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഭോപ്പാലിലോ എവിടെയോ ഇതുപോലൊരു ക്രൈം നടന്നിട്ട് അവർ താമസിക്കുന്ന വീടിൻ്റെ അടിയിൽ കുഴിച്ചിടുകൊണ്ട് അവിടെയും ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, 2013 ഡിസംബർ 20 മുമ്പും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്, ഒളിപ്പിച്ചും വെച്ചിട്ടുണ്ട്. മനസ്സിലായി? സാധാരണ ഒരു കൊലപാതകം നടന്നാൽ മിക്കവാറും സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തൊക്കെ ഇടുന്നത്. അതുണ്ട്. അത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ സൗകര്യപൂർവ്വം അത് ദൃശ്യത്തിന്റെ തലയ്ക്ക് ചിലർ ഈ ഐഡിയ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ അതാണല്ലോ മേക്ക് ബിലീഫ് എന്നല്ലേ പറയുന്നത്. അവർ വിശ്വസിപ്പിക്കുന്നു എന്നുള്ളത്, അല്ലാതെ ഇങ്ങനത്തെ ഒരു ഡെഡ് ബോഡി മാറ്റി അല്ലെങ്കിൽ സ്കെലിട്ടൺ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല. ജോർജ് കുട്ടിയും അത് ഒരിക്കലും സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, അയാളൊരു ചാൻസ് എടുത്തതാണ്. അയാൾക്കത് സാധിച്ചു, അയാൾ ഭാഗ്യം കൊണ്ട്. ദൃശ്യം 1 ഇറങ്ങിയപ്പോൾ എല്ലാവരും ആ ക്ലൈമാക്സിൽ ഭയങ്കര കൈയടിച്ച് സന്തോഷിച്ച് ഇറങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം ജോർജ് കുട്ടി രക്ഷപ്പെട്ടെന്നാണോ? അങ്ങനെയെങ്കിൽ വിശ്വസിപ്പിച്ച് നമ്മളങ്ങ് വിട്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റിയല്ല, വീണ്ടും നോക്കിക്കൊണ്ടുവരും എന്നൊരു നമ്മൾ തന്നെ നോക്കി ചെയ്തു. ഒരു ക്രൈം നമ്മളെ എത്രയോ ക്രൈമുകൾ 10, 20, 25 വർഷമൊക്കെ കഴിഞ്ഞ് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ 13 വർഷമല്ലേ ഉള്ളൂ, ഇനിയുണ്ട് 10-12 വർഷം. അപ്പോൾ ദൃശ്യം 4 ഉണ്ടാവട്ടെ അല്ലേ? 3 അവിടെ നിൽക്കട്ടെ, 4ഉം 5ഉം ഒക്കെ വരട്ടെ. അപ്പോൾ സ്വാഭാവികം നമ്മൾ കാത്തിരിപ്പിലാണല്ലേ ആൻസർ? തീർച്ചയായിട്ടും 4ഉം 5ഉം ഒക്കെ വരുന്നത് ഞങ്ങൾക്ക് വളരെ നല്ലതല്ലേ. ലാൽ സാറിനോട് 2 ചോദ്യം കൂടി. ഓക്കെ, പിറന്നാളാണ്. അപ്പം പിറന്നാളെന്ന് പറയുമ്പോൾ പ്രായം, നേരത്തെ ജിത്ത് സാർ വലിയ വെല്ലുവിളിയാണ്. എപ്പോഴും ചെറുപ്പമായി നിൽക്കുന്നതിൻ്റെ ഒരു രഹസ്യം. ആ രഹസ്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ രഹസ്യം അതൊരു രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ചില രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഞാനും ജോർജ് കുട്ടിയാണ്, ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമേ അത് പറഞ്ഞാൽ പോരെ, ചില കാര്യങ്ങൾ പറയാൻ പാടില്ല. വളരെ സന്തോഷം. കാര്യം ഇങ്ങനൊരു സിനിമ ഉണ്ടാകുക, അത് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുക, തേർഡ് പാർട്ട് ഉണ്ടാകുക, ആ സിനിമ ഒരു പിറന്നാൾ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ പറ്റുക, അതൊരു വ്യാഴാഴ്ചയായി മാറുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യമല്ലേ. അതിൻ്റെ പ്രായം പിന്നെ അതൊക്കെ എന്ത് വേണേലും സംഭവിക്കാമല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ പോലും എന്ത് വേണേലും സംഭവിക്കാം. എന്നാൽ നമ്മൾ വളരെ എന്താ പറയുന്നത്, എലിമെൻ്റ് ഓഫ് റിസ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടൊക്കെ ജീവിച്ചാൽ നമുക്ക് കുറേ കാലം ജീവിക്കാം. ഞങ്ങൾ അങ്ങോട്ടാണ് ലാലേട്ടന് ആശംസ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തിരിച്ചും ഇത്രയും നാൾ ഈ 48 വർഷം നിങ്ങൾ നൽകിയ സ്നേഹത്തിനും നിങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ആക്ടറാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരം സിനിമകൾ ചെയ്യാനും ഇത്തരം സിനിമകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പിറന്നാളും അതിൻ്റെ അടുത്ത പിറന്നാളും ഒക്കെ ആഘോഷിക്കാനും നിങ്ങൾക്ക് എത്രയോ നാൾ ജീവിക്കുന്നു, അത് അത്രയും കാലം നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള ആരോഗ്യവും പിന്നെ ശക്തിയും തരട്ടെ ദൈവത്തിനോട്. അതുപോലെ തിരിച്ചും എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും നൽകുന്നു. എന്തായാലും ദൃശ്യം ഒരു വലിയ വിജയമാവട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. കാരണം ഈ സിനിമ നൽകുന്ന ഒരു ഊർജം ചെറുതല്ല. കാരണം ഇത് ഇവിടെ തീർന്നു എന്ന് പറയുന്നിടത്തൊരു പുതിയ കഥ വരികയാണ്. ഞങ്ങളെ എവിടേക്കോ ഈ സിനിമ കൊണ്ടുപോകുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. അങ്ങനെ എഴുതുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം. തലേന്ന പോലെയുള്ള അശമഴത്തെ പോലുള്ള ആക്ടർമാർ അതിങ്ങനെ ഞങ്ങൾക്ക് മുന്നിൽ ഇത് തരിക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷം. ഒരു മെഗാ ഹിറ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദൃശ്യം 3. താങ്ക് യു സോ മച്ച്. താങ്ക് യു.